ഹായ് ഹലോ ഗൈസ്, എന്തുണ്ട് വിശേഷം? പിന്നെയില്ല, താങ്ക് യു സോ മച്ച്. ഇന്നലെ തന്നെ ബ്ലോഗ് വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായി, ഇനി ഇതുപോലെ ബ്ലോഗ് ചെയ്യണം, നല്ല അതിന് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ അവസ്ഥ വെച്ചിട്ട് ഞാൻ എത്ര ദിവസം ഇതുപോലെ തുടരും എനിക്കറിയില്ല. അധികം കാലം ഉണ്ടാവാൻ വലിയ ചാൻസ് കുറവ് തന്നെ. എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ റീൽ ചെയ്യുന്ന പോലെ ഒന്നുമല്ല ഈ ബ്ലോഗ്. കാരണം ഈ ബ്ലോഗ് എന്ന് പറയുമ്പോൾ എടുക്ക് പോകുമ്പോൾ എടുക്കുക, കട്ട് ചെയ്യുക, എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നും അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നലത്തെ വീഡിയോയിൽ ഇനി പോകുന്നത് തന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്ത് കഥ പൊല്ലിരിക്കലൊന്നുമില്ല. ആക്ച്വലി പൊല്ലിരിക്കലെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ അധികവും എന്താ പറയുക പൊരലുണ്ടാവില്ല എന്നുള്ളതൊരു സത്യമാണ്. കാരണം കോട്ടയത്താണ് മിക്കതും ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാസർഗോഡ് ഉണ്ടാകുന്നത്. അപ്പോൾ കാസർഗോഡ് ഉണ്ടെങ്കിൽ പോലും തന്നെ ഇതിൻ്റെ ബാക്കിൽ ഓരോ കാര്യമായിട്ട് പായേണ്ടി വരുന്ന. അപ്പോൾ അടുത്ത് എടുക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ പോകും. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ പോയിട്ടുള്ളത് ബാങ്കിലൊക്കെയാണ്, ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ തിരിച്ച് കോട്ടയത്തൊക്കെ പോകാനായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് തുടങ്ങിയില്ലേ, ഭയങ്കര ചൂട്, സത്യം പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. ഈ നോമ്പ് എങ്ങനെ എല്ലാവരും നോക്കും, പക്ഷെ എല്ലാവർക്കും നോറ്റ് വിടാൻ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള കൊടുക്കട്ടെ. കാരണം നല്ല ചൂടുണ്ട്. പുറത്ത് പോകുമ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാകുന്നത്, പുറത്തിരിക്കുമ്പോൾ നമുക്ക് അത്ര അറിയാലോ. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ബാങ്കിൽ പോയി. എവിടെയെന്ന് വെച്ചാൽ പുതിയ ബസ് സ്റ്റാൻഡ്. അപ്പം അതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഴയ സ്റ്റാൻഡ് ഒരു ആവശ്യം ഉണ്ടായിന്. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുന്നത് മീൻ മാർക്കറ്റാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം. ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഏകദേശം ഇപ്പോൾ കുറേ ജില്ലയിലത്തെ മീൻ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. അടുത്ത പോലെ ഒന്നുമല്ല നമ്മളെ മീൻ മാർക്കറ്റ്. കാസർഗോഡത്തെ മീൻ മാർക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് ഇവിടെ ചേച്ചിമാരാണ് മീൻ വെക്കുന്നത്. അതെന്ന് വെച്ചാൽ ലൈവായിട്ട് ഇങ്ങനെ. അപ്പോൾ എനിക്ക് നമ്മളെ നാട്ടിലത്തെ മീൻ മാർക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഒരു കയറ്റമാണ്. ഈ കയറ്റത്തുനിന്ന് തുടങ്ങിയെങ്കിൽ മുകളിലോളുണ്ട്. എൻ്റെ ഒരു സ്വയം വെച്ചിട്ട് ഞാൻ കയറ്റം ഫുള്ള് കയറിയിട്ട് എല്ലാം നോക്കിയിട്ട് എല്ലാവരോടും കിലോക്ക് എത്ര ഇത്ര എന്നെല്ലാം ചോദിച്ചിട്ട് എല്ലാവരോടും മുണ്ടിയിട്ട് ലാസ്റ്റ് എഴുന്ന് ഞാൻ തുടങ്ങിയത് ആടുന്നൊരു മീനുമായിട്ട് പോകും. പിന്നെ അത് മാത്രമല്ല, ഈ മീൻ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാം കിട്ടും, പച്ചക്കറി മുതൽ എല്ലാം കിട്ടും. അപ്പം ഇപ്പം ഞാൻ പറയും നിൻ്റെ നാട്ടിൽ മാത്രമല്ല മോളെ, നമ്മളെ നാട്ടിൽ അങ്ങനെ തന്നെയാണ് ആയിരിക്കും, പക്ഷേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മീൻ മാർക്കറ്റിൽ പോയിട്ട് പിന്നെ ഞാൻ വേറെ 2 സ്ഥലത്ത് പോയിന്. പിന്നെ സത്യം പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് പോകുമ്പോഴേ വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നു ഗൈസ്. പിന്നെ ഇതിപ്പോൾ ഡേ മൈ ലൈഫൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പച്ചക്കറിയും കൂടി വാങ്ങിച്ചിട്ട് പിന്നെ 2 സ്ഥലത്തും കൂടി പോയിട്ട് പിന്നെ ഞാൻ പോകുന്നത് പെർക്ക്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പെർക്ക് പോകുമ്പോൾ കമ്പൂഷയുടെ ഉമ്മാരുടെ എന്തോ സംസാരിച്ചോണ്ടെല്ലാം ഉണ്ടായിന്. പിന്നെ പോയി ഒന്ന് ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അമ്പൂഷിനൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് കിടന്നേ. അപ്പോൾ ഇത്രയും ഇന്നത്തേത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും നമുക്കറിയാല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഇങ്ങനെ അറിയൂ. എന്തായാലും ഇന്നലത്തെ നിങ്ങളെ സപ്പോർട്ട് കണ്ടിട്ടാണ്